പാഠം 586 രസതന്ത്രത്തിലെ ചില തന്ത്രങ്ങൾ. ഇത്ര റെഡിയായോ? ഇതെന്താ 8:45 എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട കാര്യമുണ്ട്. സദാശിവന്റെ സ്ഥലത്തിന്റെ സ്കെച്ച് ഒന്ന് ശരിയാക്കാനുണ്ട്. സ്ഥലം ആദ്യം ഒന്ന് നേരിട്ട് നോക്കാന്ന് കരുതി. 10 പൈസയുടെ പോലും പ്രയോജനമില്ലാത്ത കാര്യത്തിന് മോഹനേട്ടൻ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊന്നും മോഹനേട്ടന്റെ ജോലി അല്ലല്ലോ. ഭാമേ, തിരിച്ച് ഉപയോഗമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് വാശി പിടിക്കുന്നത് നിന്നെ പോലുള്ള വക്കീലന്മാരാണ്. ഞാൻ അങ്ങനെയല്ല. എന്നെ കൊണ്ട് ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായും ചെയ്തു കൊടുക്കും. അതിന് എനിക്ക് എന്ത് പ്രതിഫലം കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രമേ ഉള്ളൂ, സന്തോഷം കിട്ടും. അങ്ങനൊരു ഉപകാരമാണ് ഇന്നലെ രാമൻകുട്ടി ചേട്ടൻ ചെയ്ത് കൊടുത്തത്. അല്ല, ഒരു പ്രതിഫലവും വാങ്ങാതെ ചെയ്തൊരു ഉപകാരമല്ലേ? അതിന്റെ അവസ്ഥ എന്താകോ എന്തോ. 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രി പരീക്ഷ ഇന്നാണ്. ഉത്തമം വന്നിട്ടുണ്ട്. എന്തെങ്കിലും സഹായം ചോദിക്കാനായിരിക്കും. സകലരെയും സഹായിക്കാനായി മോഹനേട്ടന്റെ ജീവിതം പിന്നെയും ബാക്കി. നമസ്കാരമുണ്ട് സാർ. നമ്മുടെ കേശവൻകുട്ടിയുടെ തറവാടിന്റെ ഭാഗം നടക്കുകയാണ്. അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും സാറിന് സമയം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെന്നൊന്ന് അളന്ന് തിരിച്ചു കൊടുക്കാമായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി അടുത്ത സഹായം ചോദിച്ച ആള് വന്നായിരിക്കും. ഉത്തമ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിക്കുക. മോഹനേട്ടന്റെ കാര്യം നോക്കാൻ തന്നെ ആവശ്യത്തിന് സമയമില്ല. അതിനിടയിൽ ഇങ്ങനെ നാട്ടുകാരെ കൂടെ സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പാടുപെട്ടു പോവില്ലേ? ചെയ്യുന്ന എല്ലാ ജോലികൾക്കും കൂലി വേണമെന്ന് കരുതുന്ന ഈ വക്കീല് പറയുന്നത് ഉത്തമൻ കാര്യമാക്കണ്ട. അടുത്ത ഞായറാഴ്ച ഞാൻ വന്ന് സ്ഥലം അളന്ന് തിരിച്ചു തരാമെന്ന് പറയാം. ശരി ശരി ശരി. ഈ സഹായം ഇന്നലത്തെ സഹായം പോലെ ആവാതിരുന്നാ മതിയേ. അതെന്താ നോക്കിയില്ലേ? ഒന്നുമില്ല. അങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാ? ഉത്തമനെങ്കിലും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നും അറിയണ്ടേ? ഞാൻ പറയാം ഉത്തമ. ഈ കഥ തുടങ്ങുന്നത് ഇന്നലെ രാവിലെയാണ്. നമ്മുടെ രാമൻകുട്ടി ചേട്ടൻ ഉത്തമൻ അറിഞ്ഞൂടെ? പിന്നെ നമ്മുടെ രാമൻകുട്ടി ചേട്ടൻ. രാമൻകുട്ടി ചേട്ടൻ ഇന്നലെ വില്ലേജ് ഓഫീസറെ കാണാൻ വില്ലേജ് ഓഫീസിൽ ചെന്നു. ഓ, കരമടയ്ക്കാനായിരിക്കും. അല്ലെന്ന്, ഇതൊരു വിചിത്രമായ ആവശ്യമായിരുന്നു. ഇതുവരെ ഒരാളും ഒരു വില്ലേജ് ഓഫീസറും ചെന്ന് ഒരു വില്ലേജ് ഓഫീസറോടും ചോദിക്കാത്ത ഒരാവശ്യം. സാറ് വിചാരിച്ചാ എന്റെ മോൻ രക്ഷപ്പെടും. എങ്ങനെയെങ്കിലും സഹായിക്കണം. അതിപ്പോ രാമൻകുട്ടി ചേട്ടാ, എനിക്ക് രാമൻകുട്ടി ചേട്ടനെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല. പക്ഷേ നാളെയല്ലേ വിഷ്ണുവിന്റെ കെമിസ്ട്രി പരീക്ഷ. ഇനിയിപ്പോ പഠിപ്പിക്കാൻ എവിടെയാ സമയം? എങ്ങനെയെങ്കിലും സാറ് കുറച്ച് സമയം കണ്ടെത്തണം. ഇന്ന് വൈകിട്ട് സാർ ആഫീസ് വിട്ട് പോകുമ്പോ ഞാൻ വിഷ്ണുവിനെ വീട്ടിലേക്ക് പറഞ്ഞുവിടാ. ഒരു 2-3 മണിക്കൂർ സാറ് പഠിപ്പിച്ചാ അവന് നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ എന്ത് വർത്തമാനാ രാമൻകുട്ടി ചേട്ടായി പറയുന്നത്? സാർ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാ, ട്യൂഷൻ മാസ്റ്റർ അല്ല. ശിശുപാലൻ സാർ തടസ്സം പറയരുത്. എന്റെ ജീവിതത്തിൽ ആകെയുള്ള പ്രതീക്ഷ അവൻ. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഭാവി പോകത്തില്ലേ സാറേ? വിഷ്ണു ബാക്കിയൊക്കെ പഠിക്കും. സയൻസ് ആ പാട്. അതാ എല്ലാവർക്കും പാട്. ഞാൻ 10 വരെ സയൻസ് പഠിച്ച പാട് എനിക്കേ അറിയൂ. അങ്ങനെ പഠിക്കാൻ പ്രയാസമുള്ള ഒരു വിഷയമല്ല സയൻസ്. പക്ഷേ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷയിൽ എനിക്ക് 50-ൽ 49 മാർക്കുണ്ടായിരുന്നു. അതെനിക്കറിയാം സാർ. സാറ് ഡിഗ്രി എടുത്തതും കെമിസ്ട്രിയിലാണല്ലോ. നമ്മുടെ ഈ പ്രദേശത്ത് കെമിസ്ട്രിയിൽ ഡിഗ്രിയുള്ള ഒരേ ഒരാൾ സാറാണല്ലോ. അപ്പൊ പിന്നെ മോന് കെമിസ്ട്രി പറഞ്ഞു കൊടുക്കാൻ വേറൊരാളെ വിളിക്കുന്നത് എങ്ങനെയാ? നാളത്തെ പരീക്ഷയ്ക്ക് ഇന്നാണോ പഠിപ്പിക്കുന്നത്? സാറല്ലേ പഠിപ്പിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് അവ എല്ലാം പഠിക്കും, എനിക്ക് ഉറപ്പാ. വലിയ ഫീസൊന്നും കൊടുത്ത് ട്യൂഷന് വിടാൻ നിവൃത്തിയില്ലാത്തോണ്ടാ സാറേ. സാറ് തന്നെ പഠിപ്പിച്ചേ പറ്റൂ. ശരി, വൈകിട്ട് കൃത്യം 5:30 ആകുമ്പോ വിഷ്ണുനോട് എന്റെ വീട്ടിലേക്ക് വരാൻ പറയൂ. വലിയ ഉപകാരം സാർ. നിങ്ങൾക്കൊക്കെ അല്ലേ എന്നെ ബഹുമാനമില്ലാത്തത്. രാമൻകുട്ടി ചേട്ടനെ പോലുള്ളവർ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എന്നാലും സാറിനെ സമ്മതിക്കണം. കെമിസ്ട്രിയിലൊക്കെ ഡിഗ്രി എടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യോ? സ്വയംപ്രഭയുടെ ഡിഗ്രി ഏത് വിഷയത്തിലാണ്? എക്കണോമിക്സ്. കാഞ്ചനയുടെ ഹിസ്റ്ററി. എന്നോട് ചോദിക്കണ്ട, ഞാൻ പഴയ 10ാം ക്ലാസ്. എക്കണോമിക്സും ഹിസ്റ്ററിയും പോലെ അല്ല കെമിസ്ട്രി. സത്യത്തിൽ എല്ലാ ശാസ്ത്രങ്ങളിലെ അടിത്തറ കെമിസ്ട്രിയാണ്.
അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ ഡിഗ്രി എടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമേ അല്ല. മോഹനേട്ടന്റെ സ്വഭാവം ഉത്തമന് തന്നെ അറിയാലോ. രാമൻകുട്ടി ചേട്ടൻ അത്രയും പറഞ്ഞതോടെ ആളങ്ങ് എവിടെയാ ആകാശത്തെത്തി. വൈകിട്ട് ആഫീസിൽ നിന്ന് വന്നിട്ട് എന്റെ അടുത്തും കുറെ വീരതകൾ പറഞ്ഞായിരുന്നു. നാട്ടുകാർ ഒരു വില്ലേജ് ഓഫീസർ എന്നതിനപ്പുറം ഒരു കെമിസ്ട്രി പണ്ഡിതനായിട്ടാണ് മോഹനേട്ടനെ കാണുന്നത് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. എന്നിട്ട് വൈകിട്ട് വിഷ്ണു പഠിക്കാനായി എത്തി. മോഹനേട്ടൻ വിഷ്ണുവിന് ട്യൂഷൻ എടുക്കാനും തയ്യാറായി. അതാണ് രംഗം 2. എന്റെ പൊന്നു സാറേ, ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാവുന്നതുള്ളൂ. പക്ഷെ അച്ഛൻ എന്നെ വിശ്വാസമില്ല. അച്ഛൻ പറയുന്നത് മോഹനകൃഷ്ണൻ സാറ് പഠിപ്പിച്ചാലേ ശരിയാവുന്ന. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. വിഷ്ണു 10ാം ക്ലാസ്സിൽ എത്തിയതല്ലേ ഉള്ളൂ. ഞാൻ കെമിസ്ട്രിയിൽ ഡിഗ്രി എടുത്ത ആളാണ്. അതും 1ാം ക്ലാസ് ഡിഗ്രി. കെമിസ്ട്രിയിൽ ഡിഗ്രിയുള്ള 2 ലക്ഷം പേരെങ്കിലും കാണില്ലേ കേരളത്തില്? മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് പോലെ അല്ല കെ മോഹനേശൻ പഠിപ്പിക്കുന്നത്. പഠിക്കാനുള്ളത് ചുവട്ടിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. എല്ലാത്തിന്റെയും അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം. അല്ലാതെ പാഠപുസ്തകം തുറന്നു വെച്ച് അതിലുള്ളത് കാണാതെ പഠിച്ചാൽ പരീക്ഷ കഴിയുമ്പോ പഠിച്ചതൊക്കെ അങ്ങ് മലന്നു പോവും. തൽക്കാലം പരീക്ഷയാണ് പ്രശ്നം. ഹാമേ, വിഷ്ണുവിനെ പഠിപ്പിക്കാൻ രാമൻകുട്ടി ചേട്ടനെ ഏൽപ്പിച്ചത് എന്നെയാണ്. എങ്ങനെ പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഓ ഓക്കെ. അല്ലെങ്കിൽ തന്നെ കെമിസ്ട്രിയെ പറ്റി ഒരു ചുക്കും അറിയാത്ത നീ ഇതിൽ ഇടപെടേണ്ട കാര്യം എന്താണ്? കുട്ടി, നമ്മൾ കെമിസ്ട്രിയെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് കെമിസ്ട്രി എന്ന ശാസ്ത്രശാഖയുടെ തുടക്കവും അതിന്റെ ചരിത്രവും ആ ചരിത്രത്തിന് കാരണമായ വഴിത്തിരിവുകളുമാണ്. പുരാതന ഗ്രീക്കിലെ തത്വചിന്തകർക്കിടയിലാണ് കെമിസ്ട്രിയുടെ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നത്. അരിസ്റ്റോട്ടിലിനെ പോലുള്ള തത്വചിന്തകർ പദാർത്ഥങ്ങളെ 4ആയി വേർതിരിച്ചു. ഭൂമി, അഗ്നി, ജലം, വായു എന്നിങ്ങനെ 4 മൂലകങ്ങളാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്ന് അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചു. ക്രിസ്തുവിന് മുമ്പ് 400 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്. വിഷയം കെമിസ്ട്രിയാണ്, ചരിത്രമല്ല. ചരിത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. പരീക്ഷ നാളെയാണ്. അതുകൊണ്ടെന്താ? അങ്ങനെ ഗ്രീക്ക് തത്വചിന്തകരിൽ നിന്ന് തുടക്കം കുറിച്ച കെമിസ്ട്രി ലാവോയിസർ എന്ന പ്രതിഭാശാലിയിലേക്ക് എത്തുമ്പോഴേക്കും പുതിയ രൂപവും ഭാവവും കൈക്കൊണ്ടു. തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചിരുന്ന കാലം മാറുകയും തുടർച്ചയായ പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്ര സത്യങ്ങളെ ഉറപ്പിക്കുകയും ചെയ്ത കാലമായപ്പോ ആധുനിക രസതന്ത്രത്തിനും ചെറിയ മാറ്റങ്ങൾ വന്നു. പ്രീസ്ലി, ഡാൾട്ടൺ തുടങ്ങി അതിപ്രശസ്തരായ രസതന്ത്രജ്ഞന്മാർ കെമിസ്ട്രിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രശാഖയായി കണ്ടു. ഇതൊക്കെ 8ാം ക്ലാസ്സിൽ പഠിച്ചാ സാറേ. നാളെ 10ാം ക്ലാസ് പരീക്ഷയാ. ഈ പുസ്തകത്തിലുള്ള മാത്രം പഠിച്ചാൽ മതി. അത് പോരല്ലോ, അടിത്തറയില്ലാതെ പണിയുന്ന കെട്ടിടങ്ങൾ തലകുത്തി വീണ് കണ്ടിട്ടില്ലേ? കെമിസ്ട്രി വിട്ട് എഞ്ചിനീയറിംഗിനെ കിടന്നു. നിന്നോട് ചോദിച്ചില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും താഴെന്നേ തുടങ്ങണം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും 4 മൂലകങ്ങൾ കൊണ്ടുണ്ടായതാണ് എന്ന അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തം പിന്നീട് വന്നവർ പുതുക്കി. ജലം തന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന 2 മൂലകങ്ങളുടെ സംയുക്തമാണെന്ന് കണ്ടെത്തി. ഇത് 7ാം ക്ലാസ്സിൽ പഠിച്ചതാ സാറേ. ഒരു നിമിഷം, ഞാനിപ്പ വരാം. നീ വന്നേ. എന്താ? വാ. വാ. വിഷ്ണു വന്നത് കെമിസ്ട്രി പഠിക്കാനാണ്, അല്ലാതെ കോടതിയിൽ കയറി നിന്ന് നുണ പറയുന്നത് എങ്ങനെ എന്ന് പഠിക്കാനല്ല.
പഠിപ്പിക്കൽ ഈ വഴിക്കാണെങ്കിൽ അടുത്ത വർഷത്തെ പരീക്ഷ ആ ചക്കന് എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം കെമിസ്ട്രി കണ്ടുപിടിച്ച കഥയാണല്ലോ മോഹനേട്ടൻ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കണ്ട എന്ന് കെ മോഹനേഷൻ അറിയാം. നിന്റെ ഉപദേശം വേണ്ട. മേലിൽ നിന്നെ ആ ഭാഗത്ത് കണ്ടുപോരുത്. അയ്യടാ, അതവിടെ തന്നെയായോ? ഇത് എന്റെയും കൂടെ വീട്. ഈ വീടിന്റെ ഏത് ഭാഗത്ത് വരാനും ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷേ ഞാൻ വിഷ്ണുവിനെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ എന്റെ ശരീരത്തെ പഠിപ്പിക്കണമെങ്കിലേ ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങിക്കൊള്ളണം. ഇവിടെ എന്തായാലും നടപ്പില്ല. അത് നീ അല്ല തീരുമാനിക്കേണ്ടത്. മോഹനേട്ട വെറുതെ വാശി പിടിപ്പിക്കല്ലേ. ഈ വീട്ടിലിരുന്ന് മോഹനേട്ടൻ വിഷ്ണുവിനെ പഠിപ്പിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. പഠിപ്പിക്കുന്നത് ഞാൻ കൂടെ കേൾക്കും എന്നാണ്. മോഹനേട്ട പഠിപ്പിക്കുന്നത് ശരിയാണോന്ന് എനിക്കൊന്നും അറിയണ്ടേ. നിനക്ക് കെമിസ്ട്രിയെ പറ്റി എന്തറിയാം? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകൾ കാണാതെ പഠിച്ചതല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും അറിയാം? ജോൺ ഡാൾട്ടൺ എന്ന് നീ കണ്ടിട്ടുണ്ടോ? റൂദർഫോർഡ് ആരാണെന്ന് നിനക്കറിയാമോ? മേലിൽ ആ ഭാഗത്ത് കണ്ട് വന്നാൽ അയ്യ നടന്നത് തന്നെ. നാട്ടിലെ എണ്ണം പറഞ്ഞ വക്കീലിന്റെ കൈ തല്ലി ഓടിക്കണ്ട. ഒന്നു നേരം നോക്കിയാ മതി, കേസായിക്കോളും. മോഹനേട്ടനെ അകത്തും പോയിക്കോളും. അതെ, കെമിസ്ട്രി അറിയാന്ന് പറഞ്ഞിട്ടൊന്നും ഗാർഹിക പീഡനത്തില് ജാമ്യം കിട്ടാൻ പോകുന്നില്ല. മോഹനേട്ടൻ പഠിപ്പിക്കുന്നത് എനിക്ക് കാണണം. എന്താ വിഷ്ണു എവിടെ പോയി? പുസ്തകം കാണുന്നില്ലല്ലോ. മോഹനയുടെ വഴക്കുണ്ടാക്കിയത് അവൻ കേട്ടിട്ടുണ്ടല്ലോ. ജീവനും കൊണ്ട് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. വഴക്കുണ്ടാക്കിയത് ഞാൻ മാത്രമല്ലല്ലോ, നീ ഉണ്ടല്ലോ. വഴക്കുണ്ടാക്കിയത് ആരായാലും മാനം പോയത് മോഹനേട്ടന്റെ തന്നെ. എന്റെയോ? രാമൻകുട്ടി ചേട്ടന് മോഹനേട്ടനെ ഭയങ്കര ബഹുമാനമാണെന്നല്ലേ മോഹനേട്ടൻ പറഞ്ഞത്? ഇവിടെ നടന്നൊക്കെ വിഷ്ണു വീട്ടിൽ പോയി പറയുന്നതോടെ ആ ബഹുമാനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടും. അങ്ങനെ വിഷ്ണു അവന്റെ പാട്ടിന് പോയി. വെറുതെ 1 മണിക്കൂർ കളഞ്ഞത് മിച്ചം. ഞാൻ വിഷ്ണുവിനെ മര്യാദയ്ക്ക് പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ ഇവളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ വിഷ്ണുവിന്റെയും രാമൻകുട്ടി ചേട്ടന്റെയും മുന്നിൽ ആളാകുന്നതിൽ ഇവൾക്കുള്ള അസൂയ. എന്തായാലും വിഷ്ണു രാമൻകുട്ടി ചേട്ടനോട് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതോടെ രാമൻകുട്ടി ചേട്ടന് മോഹനേട്ടനുള്ള ബഹുമാനം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. വിളിക്കുന്നു പറഞ്ഞായിരുന്നു. രാവിലെ മുതൽ വില്ലേജ് ഒരു ചെറിയ പേടിയുണ്ട്. വഴിക്കെങ്ങാനും വെച്ച് രാമൻകുട്ടി ചേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമാവില്ലേ? ശരിയാണ്. ഹലോ സാർ, ഞാൻ വിഷ്ണുവാ. എന്താ വിഷ്ണു? ഞാൻ പരീക്ഷയ്ക്ക് പോകാൻ ഇറങ്ങുവാ സാറേ. സാറിനോട് അനുഗ്രഹം വാങ്ങാൻ വിളിച്ചതാ. അല്ല, അത് സാറാണല്ലോ ഇപ്പൊ എന്റെ ഗുരു. ഗുരുവിനെ വിളിച്ച് അനുഗ്രഹം വാങ്ങാതെ പരീക്ഷയ്ക്ക് പോകുന്നത് ശരിയല്ലല്ലോ. അത് അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട് സാർ. ഇനി ഞാൻ പരീക്ഷ കഴിഞ്ഞ് സാറിനെ വിളിക്കാം. വേണോ? പിന്നെ വേണ്ടേ? ഇന്നലെ വൈകിട്ട് 1 മണിക്കൂർ കൊണ്ട് എന്നെ കെമിസ്ട്രി പഠിപ്പിച്ച ആളല്ലേ. അപ്പോ ശരി സാർ. ആരാണ് മോനോട്ടാ? കെമിസ്ട്രി അല്ല, വിഷ്ണു. അവനെന്റെ അനുഗ്രഹം വാങ്ങാൻ വിളിച്ചാണെന്ന്. അവന്റെ ശബ്ദത്തിനൊരു പരിഹാസമുണ്ട്. ഉണ്ടാവാതിരിക്കോ? നീ വിടരുത്. എല്ലാവരും കാരണം നീയാ. സാർ, സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? രാമൻകുട്ടി ചേട്ടൻ. പുള്ളിയുടെ മോന്റെ പരീക്ഷ കഴിഞ്ഞു, സാറിനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞു സാർ. അങ്ങനെ പറഞ്ഞു ഒഴിവാക്കേണ്ട കാര്യം എന്താ സാറേ? സാർ വന്നൊന്ന് സംസാരിക്കേ. എനിക്കൊന്നും സംസാരിക്കില്ല. അല്ല, സാറിനെ കണ്ടേ പറ്റുള്ളൂ എന്നാ രാമൻകുട്ടി ചേട്ടൻ പറയുന്നത്. അയ്യോ, ശരി, ഞാൻ വരാം. ശിശുവനം പോയിക്കോ. ഈശ്വര, വീട്ടിൽ നടന്ന സംഭവം ഇവിടെ അറിഞ്ഞ പിന്നെ ശിശുപാലിന്റെയോ കാഞ്ചനയുടെയോ സ്വയംപ്രഭയുടെയോ മുഖത്ത് നോക്കാൻ പറ്റില്ല. എന്തൊരു വഴി.
സാറപ്പോ വരും. നമസ്കാരം സാർ. നമസ്കാരം. വിഷ്ണുവിന്റെ പരീക്ഷ കഴിഞ്ഞു. ഓ, കഴിഞ്ഞല്ലേ? നന്നായി. ഇന്നലത്തെ കാര്യമൊക്കെ അവൻ പറഞ്ഞു. പരീക്ഷയുടെ തലേദിവസമാണോ പഠിപ്പിക്കുന്നത് നിങ്ങളൊക്കെ ചോദിച്ചില്ലേ? ഇന്നലെ 1 മണിക്കൂറാ വിഷ്ണു സാറിന്റെ വീട്ടിൽ ഇരുന്നത്. എന്തായാലും സാറിനെ സമ്മതിക്കണം. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. രാമൻകുട്ടി ചേട്ടാ, ഒന്നിങ്ങി വന്നേ. എന്താ സാറേ? വാ വാ, വാ. സത്യം പറയാനേ രാമൻകുട്ടി ചേട്ടാ, ഇന്നലെ വിഷ്ണുവിനെ എല്ലാം പഠിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ എല്ലാം പഠിപ്പിച്ചെന്ന് അവൻ പറഞ്ഞല്ലോ. ഇന്ന് പരീക്ഷ കഴിഞ്ഞ് അവൻ വരുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പരീക്ഷ എളുപ്പമായിരുന്നു അവൻ പറഞ്ഞപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. പഠിപ്പിച്ചത് സാറല്ലേ, എങ്ങനെ എളുപ്പമായിരിക്കും? അല്ല, ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സംഭവം സത്യത്തിൽ എനിക്കറിയാം. സാറിനെ പോലെ ഒരാൾ പഠിപ്പിച്ച സത്യത്തിൽ 1 മണിക്കൂർ ധാരാളം മതിയെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. വലിയ നന്ദിയുണ്ട്. അടുത്ത കൊല്ലവും പരീക്ഷാ സമയത്ത് സാറിന്റെ ട്യൂഷൻ വേണമെന്നാ വിഷ്ണു പറയുന്നത്. കാര്യമായിട്ടാണോ ചേട്ടൻ പറയുന്നത്? പിന്നെ എന്റെ മോന്റെ കാര്യത്തിൽ ഞാൻ കള്ളം പറയൂ സാറേ? സാറിന് ദൈവം അനുഗ്രഹിക്കും. ഇന്നലെ വിഷ്ണുവിനെ സാറിന്റെ അടുത്ത് വിടാൻ തോന്നിയത് എന്റെ ഭാഗ്യം. സാറ് സത്യത്തിൽ ഒരു അധ്യാപകനാകേണ്ടതായിരുന്നു. ഈ നാട്ടിലെ കുട്ടികൾക്കെല്ലാം അതൊരു പ്രയോജനമാകുമായിരുന്നു. അപ്പൊ ഞാൻ വരട്ടെ സാറേ. ഓ, കളിയാക്കിയതാണോ? ഇങ്ങനെയാണോ കളിയാക്കുന്നത്? എന്തായാലും സാറ് ഭയങ്കരൻ തന്നെ. 1 മണിക്കൂർ കൊണ്ട് 1 വർഷത്തെ സിലബസ് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാ സാമർത്ഥ്യമുള്ളവരങ്ങനെയാ. മോഹനേഷ് സാറിന് കെമിസ്ട്രി എന്ന് പറഞ്ഞ പച്ചവെള്ളം പോലെയല്ലേ. എന്റെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് ഈ ബുദ്ധി തോന്നിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയൻ. അവനെ കെമിസ്ട്രിക്ക് 50-ന് 25 മാർക്കാ കിട്ടി. എന്റെ മോള് 10ാം ക്ലാസ്സിൽ എത്തുമ്പോ സാറ് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ സാറിനോട് പറഞ്ഞ് അവൾക്ക് ട്യൂഷൻ കൊടുക്കും. അതിന് കൊല്ലം കുറെ കഴിയണ്ടേ കാഞ്ചന സാറേ? ഇപ്പൊ 4 വയസ്സല്ലേ ആയുള്ളൂ. എന്നാലും സാറിനെ പറ്റി ഞങ്ങൾ ഇത്രയും കരുതിയില്ല. സാറാള് ഭയങ്കരം തന്നെ. രാമൻകുട്ടി ചേട്ടൻ വന്ന് പറഞ്ഞപ്പോ ഞങ്ങളും ആദ്യം വിശ്വസിച്ചില്ല. ഞാനും. എന്നാലും ഞങ്ങൾക്ക് അഭിമാനമായിട്ട് പുറത്തിറങ്ങി നടക്കാലോ. ഞങ്ങളുടെ വില്ലേജ് ഓഫീസർ ഒരു വലിയ മനുഷ്യനാണെന്ന് തലയോർത്തി പിടിച്ച് പറയാം. ഇപ്പൊ പുറത്തിറങ്ങി തലയോർത്തി പിടിച്ചു നടന്ന ആഫീസിലെ ഒരു കാര്യം നോക്കും. അതുകൊണ്ട് തൽക്കാലം ജോലി ചെയ്യാൻ നോക്ക്. തലയൊക്കെ വൈകിട്ട് ഓർത്ത് പിടിക്കാം. അതെന്താ മോഹനേട്ടൻ രാമൻകുട്ടിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? അറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞതുപോലൊക്കെ തന്നെയാണ് രാമൻകുട്ടി ചേട്ടൻ പറഞ്ഞത്. രാമൻകുട്ടി ചേട്ടൻ വന്നു ശിശുപാലം വന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് എന്നെ ചീത്ത വിളിക്കാനായിരിക്കും. ഇറങ്ങിച്ചെല്ലല്ല, വേറെ വഴിയൊന്നുണ്ടായിരുന്നില്ല. ശിശുപാലനും സ്വയംപ്രഭയും കാഞ്ചനയൊക്കെ നോക്കിയിരിക്കല്ലേ, അവരുടെ മുമ്പിൽ ചൊല്ലും പറഞ്ഞാൽ മാനം പോയില്ലേ. പക്ഷെ എന്നെ കണ്ടപാടെ രാമൻകുട്ടി ചേട്ടൻ പുകഴ്ത്തി പറയാൻ തുടങ്ങി. ആദ്യം ഞാൻ കരുതി കളിയാക്കുകയാണെന്ന്. അതുകൊണ്ട് രാമൻകുട്ടി ചേട്ടനെ വിളിച്ച് പുറത്തിറക്കി. പക്ഷെ പോകുന്നത് വരെ രാമൻകുട്ടി ചേട്ടൻ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതെങ്ങനെ സംഭവിച്ചു? ഇന്നലെ ഇവിടെ ഉണ്ടായതൊക്കെ വിഷ്ണു വീട്ടിൽ പോയി പറഞ്ഞു കാണില്ലേ? പറയാതിരിക്കോ? അവൻ കൊച്ചുകുട്ടിയല്ലേ. അതുപോലത്തെ വാക്കുകൾ വേണ്ട. കുട്ടികള് നാട്ടുകാരോട് എല്ലാം പറയും. ഞാൻ ആരോടും പറയില്ല. വിഷ്ണു, പരീക്ഷ എളുപ്പമായിരുന്നു സാറേ. ഞാനൊക്കെ നേരത്തെ പഠിച്ചു വെച്ചതാ. അതുകൊണ്ട് എല്ലാ ഉത്തരവും എഴുതി. പിന്നെ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ ഇവിടെ പഠിക്കാൻ വന്നത്. അച്ഛന് എന്നേക്കാൾ വിശ്വാസം സാറിനെയാ.
ആ വിശ്വാസം കളയേണ്ടെന്ന് ഞാനും വിചാരിച്ചു. അതുകൊണ്ട് ഇവിടെ നടന്നൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഒരിടത്ത് കേട്ടത് വേറൊരിടത്ത് പോയി പറയരുതെന്ന് 3ാം ക്ലാസ്സിൽ വെച്ച് ദാക്ഷായണി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. സാറ് പഠിപ്പിച്ചതുകൊണ്ടാ പരീക്ഷ എളുപ്പമായതെന്നും പറഞ്ഞു. ആ ക്രെഡിറ്റ് സാറിനിരിക്കട്ടെ. അല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ശരിക്കും വഴക്കൊന്നുമില്ല. പിന്നെ ഇന്നലെ വെറുതെ വിഷ്ണുവിനെ കേൾപ്പിക്കാൻ വേണ്ടി മോഹനേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു, അത്രേ ഉള്ളൂ അല്ലേ? പറയാൻ രണ്ടുപേരും മോശമല്ലല്ലോ. പിന്നെ ഞാനൊരു കുട്ടിയാണെന്ന് കരുതി തള്ളിക്കളയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പറഞ്ഞോളൂ. അതെ, ഇന്നലെ നിങ്ങൾ കാണിച്ചത് പരമ ബോറായിരുന്നു. പുറത്തുനിന്ന് ഒരാൾ വീട്ടിലുള്ളപ്പോൾ അവർ കേൾക്കെ വഴക്കുണ്ടാക്കുന്നത് ചീത്തശീലമാണ്. 3ാം ക്ലാസ്സിൽ വെച്ച് ദാക്ഷായണി ടീച്ചർ പറഞ്ഞെന്നതാ. അപ്പോ ഞാൻ വരട്ടെ സാറേ. അടുത്ത കൊല്ലം കെമിസ്ട്രി പരീക്ഷ ആകുമ്പോ വരാം. പോട്ടെ. നമ്മൾ വിചാരിച്ച പോലല്ല ഭാമ, ഭയങ്കര ക്യാമന. ഇവനെ പഠിപ്പിക്കാനാണോ രാമൻകുട്ടി ചേട്ടൻ മോഹനേട്ടൻ ഏൽപ്പിച്ചത്? സത്യത്തിൽ ഇന്നലെ അങ്ങനെ ഒരു വഴക്കുണ്ടായി നന്നായി. ഇല്ലെങ്കിൽ അവൻ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചേനെ. എന്തായാലും അവൻ മര്യാദക്കാരനല്ലേ. ഇവിടെ നടന്നൊക്കെ വീട്ടിൽ പോയി പറഞ്ഞില്ലല്ലോ. എങ്ങനെ പറയും? 3ാം ക്ലാസ്സിൽ ദാക്ഷായണി ടീച്ചർ പഠിപ്പിച്ചതൊക്കെ അവൻ ഓർത്തുവച്ചിരിക്കല്ലേ. എന്തായാലും ആ ദാക്ഷായണി ടീച്ചർ വളരെ നല്ലൊരു സ്ത്രീയാണ് അല്ലേ? ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരു മറുപടി പറയാൻ പ്രയാസമുണ്ട്. എന്തെങ്കിലും ഒരു ഗുണപാഠം ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് സങ്കല്പിച്ചുണ്ടാക്കുകയേ വഴിയുള്ളൂ. മുന്തിയ വില്ലേജ് ഓഫീസറെക്കാളും എണ്ണം പറഞ്ഞ വക്കീലിനെക്കാളും പക്വത വിഷ്ണുവിനെ പോലുള്ള കുട്ടികൾക്കുണ്ട് എന്ന് ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം.